വലിയ കുറ്റകൃത്യം ചെയ്തു എന്നതിൻ്റെ പേരിൽ പൊതുസമൂഹത്തിൻ്റെ ക്രൂശനത്തിന് ഇരയായി തീർന്നവരാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനും. അവരുടെ പേരിൽ വലിയ വലിയ ആരോപണങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുതന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ വലിയ തോൽവിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അത് നമുക്കറിയാം. ലാവ്ലിനൊക്കെ ഇപ്പോഴും പിണറായിയുടെ തലയുടെ മുകളിൽ ഒരു കരിനിഴലായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് VSൻ്റെ 1ാം ചരമ വാർഷിക ദിനമാണ്. അദ്ദേഹം നിരന്തരമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് പിണറായിയുടെ നേതൃത്വത്തിൽ പാർട്ടിയിൽ വലത് വ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ളതായിരുന്നു. മാർക്സിസം അടിസ്ഥാനപരമായിട്ട് എതിർക്കുന്നത് മുതലാളിത്തത്തെയും മുതലാളിത്ത ചൂഷണത്തെയൊക്കെയാണ്. വളരെ ലളിതമായിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് മുതലാളിത്തം ചെയ്യുന്ന കുറ്റകൃത്യം? വളരെ ലളിതമായിട്ട് നമുക്ക് എങ്ങനെയാണത് പറഞ്ഞു കൊടുക്കാൻ പറ്റുക പൊതുസമൂഹത്തിന്? നമ്മളൊക്കെ നിലവിൽ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമാണ്. മുതലാളിത്തം നിർമ്മിച്ച പല കാര്യങ്ങളും കൊണ്ടാണ് നമ്മളിന്ന് ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ മുതലാളിത്തത്തിൻ്റെ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ മുതലാളിത്തത്തിനെതിരെ പിറന്ന വളർന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം. കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം എന്നത് ലോകത്തിൻ്റെ ഭൂപടം ആകമാനം മാറ്റിയ ഒരു പ്രതിഭാസമായിരുന്നു. ലോകത്തിൻ്റെ ഭൂപടം മാറ്റുക മാത്രമല്ല ചെയ്ത്, ലോകത്തിൻ്റെ ജീവിതക്രമങ്ങളെ തന്നെ അത് വല്ലാതെ മാറ്റി. അങ്ങനെ മാറ്റിയ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന കാർഷിക ജീവിത വ്യവസ്ഥ എന്ന് പറയുന്നത് ഇല്ലാതായിട്ട് അതിന് പകരമാണ് വ്യാവസായിക ജീവിത വ്യവസ്ഥ വരും. അപ്പോൾ ഫാക്ടറികളുണ്ടാകുന്നു. ഫാക്ടറികൾ കേന്ദ്രീകരിച്ച് തൊഴിലാളികൾ, വലിയ ഉൽപ്പന്ന നിർമ്മാണ മേഖലകൾ ഒക്കെ കടന്നു വരുന്നു. പക്ഷെ അവിടെ കടുത്ത ചൂഷണം വരികയും തൊഴിലാളിയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുരിതപൂരിതമായി മാറുകയും ചെയ്തു. അങ്ങനെ ദുരിതപൂരിതമായ ഈ തൊഴിലാളി ജീവിതത്തിൻ്റെ വിമോചനത്തിൻ്റെ സ്വപ്നങ്ങളാണ് മാർക്സിസം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകൾക്ക് പ്രസക്തി ഉണ്ടാക്കി. അത് വളർന്ന് വലുതാകുന്നു. മുതലാളിത്തത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുണ്ടാകുന്നു, വിപ്ലവങ്ങളുണ്ടാകും. മാർക്സിസം ലോകത്തിൻ്റെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും പടർന്നു കയറും. പക്ഷെ പിന്നെ നമ്മൾ കാണാൻ തുടങ്ങുന്നത് അങ്ങനെ അധികാരത്തിലെത്തിയ ഭരണകൂടങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തന്നെ വലതുവൽക്കരിക്കപ്പെടുകയും മുതലാളിത്തവൽക്കരിക്കപ്പെടുകയും ചെയ്തു. ഇപ്പം ആഡം സ്മിത്ത് എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാരൻ, അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൻ്റെ പിതാവ് എന്ന് വേണേൽ വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹം കൈക്കവചമില്ലാത്ത മുതലാളിത്തത്തിൻ്റെ ഭീകരതയും നിഷ്ഠൂരതയും ശക്തമായിട്ട് എതിർത്തിരുന്നവരാണ്. ക്യാപിറ്റൽ വിത്ത് ഗ്ലൗസ് ആണ് നമ്മളുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈക്കവചമുള്ള ക്യാപിറ്റലിസം, അത് നമ്മൾ കഴുത്തിന് പിടിച്ച് ഞെക്കുമ്പോൾ ഒരു സുഖമൊക്കെ നമുക്ക് ഉണ്ടാവും. കൈക്കവചമുള്ളതെന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മളുടെ ഈ കൈകൾ കൊണ്ട് ഞെക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അസ്വാരസ്യവും ഇല്ലാത്ത തരത്തിൽ ഗ്ലൗസൊക്കെ ഇട്ട്, വളരെ ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഗ്ലൗസൊക്കെ ഇട്ട് ഞെക്കലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മുതലാളിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അങ്ങനെ ഇല്ലാത്ത വിറങ്ങലിച്ച കൈകൾക്ക് തന്നെയായിരുന്നു എന്ത് മനുഷ്യൻ്റെ കഴുത്തിൽ അമർന്നിരുന്നതെന്നാണ്. അപ്പോൾ വളരെ നിഷ്ഠൂരമായിരുന്നു അതിൻ്റെ സ്വഭാവം. ഇന്ന് നമുക്ക് ആ നിഷ്ഠൂരത അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് മുതലാളിത്തം. അല്ല, ഇന്ന് യഥാർത്ഥത്തിൽ ആ നിഷ്ഠൂരത അനുഭവപ്പെടാത്ത ഒരു തലമുറ എന്ന് പറയുന്നത് ഈ ജെൻസി തലമുറയാണ്. അവർ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമാണ്. അതിൽ കിടന്ന് പൂണ്ട് വിളയാടിയിട്ടാണ് ജീവിക്കുക പോലും ചെയ്യുന്നത്. അവരോട് നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മുതലാളിത്തത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ വൃത്തികേടുകളെക്കുറിച്ചും സംസാരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമുക്കെതിരെ അവർ സംസാരിക്കും. കാരണം അതിൻ്റെ എല്ലാ സുഖലോലുപതയിലും എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ മുതലാളിത്തം ചെയ്യുന്ന അപകടം? ജീവിതത്തെ കുറച്ചും കൂടി സുഖകരവും ആയാസരഹിതമൊക്കെ ആക്കി മാറ്റുകയാണല്ലോ. വളരെ ലളിതമായി പറഞ്ഞാൽ ഈ മുതലാളിത്തത്തിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് പ്രോഫിറ്റിൽ, ലാഭത്തിൽ അധിഷ്ഠിതമാണ്. എന്ത് പ്രവൃത്തി നടത്തിയാലും അതിൽ നിന്ന് ലാഭമുണ്ടാക്കുക എന്നുള്ളത് മുതലാളിത്തത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അങ്ങനെയാണ് മുതലാളിത്തം മുന്നോട്ട് പോകുന്നത്. മുതലാളിത്തത്തിന് പല വീഴ്ചകളുണ്ടായിരുന്നു. ആന്തരികമായ സംഘർഷങ്ങൾ കൊണ്ട് തകരുമെന്ന്
കാർൾ മാർക്സ് പ്രവചിച്ചു. പക്ഷേ ആ സംഘർഷങ്ങളെ അതിജീവിച്ച് അത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് മുതലാളിത്തത്തിൻ്റെ പുതിയ രൂപമായ നിയോ ലിബറൽ ക്യാപിറ്റലിസം എന്നത് വ്യാപകമായിട്ടുള്ള രീതിയിൽ ലോകത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമായി മാറിയത്. എല്ലാവരും, കമ്മ്യൂണിസ്റ്റുകളടക്കം, ഈ ക്യാപിറ്റലിസത്തിൻ്റെ വക്താക്കളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ സിനിമയിൽ അറബിക്കഥയിൽ ആ പിണറായി വിജയൻ്റെ ഒരു വേർഷൻ വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ എങ്ങനെയാണ് മുതലാളിയായി മാറുകയും മുതലാളിത്തത്തിൻ്റെ ചട്ടുകമായി തീരുകയും മുതലാളിത്തത്തിൻ്റെ ജീവിത സുഖസൗകര്യങ്ങളിൽ ആടിത്തിമിർത്ത് ജീവിക്കുകയൊക്കെ ചെയ്യുന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതിനെ ആളുകൾ അതിശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോലും പിണറായി വിജയൻ്റെ നേതൃത്വവും അദ്ദേഹം എടുത്ത സമീപന രീതികളൊക്കെ പരാജയപ്പെട്ടു. ഇപ്പോൾ എക്സലോജിക് എന്ന് പറയുന്ന കമ്പനിയെ എന്തിന് ആണ് ആ കമ്പനി മകൾ തുടങ്ങിയതെന്നും ആ മകൾക്ക് എന്തിനാണ് അങ്ങനെ പണം വന്നതെന്നും കേരളത്തിൽ ഒരു മനുഷ്യനും മനസ്സിലാവില്ല. ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലോജിക്കാണ് അതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ തൊഴിലെടുക്കാതെ പണം കിട്ടുന്ന ഒരു പ്രക്രിയ. തൊഴിലെടുക്കാതെ പണം കിട്ടുക എന്ന് പറയുന്നത് തന്നെ മുതലാളിത്തത്തിൻ്റെ ഒരു എന്താണ് നമ്മളതിന് പറയുന്നത്, കങ്കാണിപ്പണിയുടെ ഫലമായിട്ട് കിട്ടുന്ന പണമായിട്ടാണ് കാണുക. കങ്കാണിപ്പണമാണ് ശരിക്കും. അങ്ങനെ വരുമ്പോഴാണ് അതിശക്തമായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നത്, അതിനെ എതിർക്കുകയും വെറുക്കുകയൊക്കെ ചെയ്യും. മുതലാളിത്തം ചെയ്യുന്ന ദ്രോഹങ്ങൾ ചെറുതല്ല. മുതലാളിത്തം ചെയ്യുന്ന ദ്രോഹം ചെറുതല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ സമ്പൂർണ്ണമായിട്ട് തകർക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് മുതലാളിത്തം വളരുകയാണ് ചെയ്യുന്നത്. നമ്മളെ കൊല്ലുകയാണ് ചെയ്യുന്നത്, നമ്മളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കോവിഡ് കാലത്ത് വലിയ തരത്തിൽ സംതൃപ്തമായി ഒരു വാചകം പറഞ്ഞതാണ്, കോവിഡിലെല്ലാം നിശ്ചലമായി, വ്യവസായശാലകളടക്കം. അപ്പോൾ നമ്മളുടെ ആകാശത്തുള്ള ഓസോൺ പാളികൾ, അതിന് വീണ ഊട്ട, അത് പതുക്കെ ഇങ്ങനെ അടുത്തടുത്ത് അടഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. ഓസോൺ പാളി എന്ന് പറയുന്നത് നമ്മളുടെ സംരക്ഷണ കവചമാണ്. കോസ്മിക് റേസ് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അതിൽ പലതരത്തിലുള്ള മാരകമായിട്ടുള്ള കിരണങ്ങളുണ്ട്. അതൊക്കെ മനുഷ്യൻ എന്ത് ചെയ്യും, നശിപ്പിക്കും. അതിൻ്റെ നാശത്തിൻ്റെ വക്കിലാണ് ഇപ്പം ഇന്ന് ലോകം മുഴുവൻ നിൽക്കുന്നത്. ഇപ്പം സ്നാമശ്രീ പറഞ്ഞ പോലെ ഓസോൺ പാളികളുടെ മഞ്ഞുരുകൽ തൊട്ട് നമ്മൾ ധ്രുവപ്രദേശത്തെ മഞ്ഞ് മുഴുവൻ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതെ, നിത്യേന നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ വരെ യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിന്റെ കുറ്റകൃത്യം കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അറബിക്കടലിലെ ക്യൂബ മുകുന്ദൻ കൊക്കക്കോള ഞാൻ കുടിക്കില്ല എന്ന് പറയുന്നത്. അതെന്താ, ഇപ്പം കൊക്കക്കോള നിങ്ങളെ പിടിച്ച് കടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് തിരിച്ച് സലീംകുമാറിന്റെ കഥാപാത്രം. അപ്പം ഇത്തരത്തിൽ അനാവശ്യപരമായിട്ടുള്ള മനുഷ്യന് യാതൊരു തരത്തിലുമുള്ള പ്രയോജനങ്ങളും ഇല്ലാത്ത കുറേയധികം ഉൽപ്പന്നങ്ങൾ മനുഷ്യന് വളരെ ആവശ്യമാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുതലാളിത്തം വിൽക്കുകയാണ്. അല്ല, മുതലാളിത്തത്തിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിക്കാനായിട്ട് മനുഷ്യനെ മാറ്റി തീർക്കുക എന്നുവെച്ചാൽ മനുഷ്യനെ മനുഷ്യനില്ലാതാക്കുകയും മനുഷ്യനെ ഉപഭോഗ വ്യക്തിയായിട്ട്, വേറൊരു ഭാഷ പറഞ്ഞ് ഉപഭോക്താക്കളാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഫിലോസഫിയിൽ തന്നെ വലിയൊരു ചേഞ്ച് വന്നു. എൻലൈറ്റ്മെൻറ് ഫിലോസഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നവോത്ഥാന തത്വശാസ്ത്രം മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വാചകം ഉണ്ടായിരുന്നു. എന്താണെന്ന് പറയാം, ഐ തിങ്ക് ദെയർ ഫോർ ഐ എക്സിസ്റ്റ് എന്ന് പറയാം. കോഗിറ്റോ എർഗോസം എന്നാണ് ആ വാക്ക് ശരിക്കും പറയുന്നത്. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനെ കുറിച്ചാണ് ആ കാലം ചർച്ച ചെയ്തതെങ്കിൽ ഇന്ന് നമ്മൾ 20-21 നൂറ്റാണ്ടിൽ ചർച്ച ചെയ്യുന്നത് ബാബ്ര കൂജർ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ഫിലോസഫറുടെ തത്വശാസ്ത്രം. ഈ ബാബ്ര കൂജർ എന്താ പറയുന്നത് വെച്ചാൽ, ഐ ബോട്ട് ദെയർ ഫോർ എക്സിസ്റ്റ് എന്ന് പറയാം. ഞാൻ വാങ്ങുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. ഞാൻ കടയിൽ പോയി ഒരു ഉണ്ടംപരി വാങ്ങുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നു എന്ന് എനിക്ക് തോന്നുകയുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ നിങ്ങളൊരു ഉപഭോക്താവാകുന്നു എന്നുള്ളതാണ്. അപ്പം മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ അപകടം മനുഷ്യനെ മനുഷ്യനല്ലാതെ ഉപഭോക്താക്കളാക്കി മാറ്റി എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു തിരഞ്ഞെടുപ്പുണ്ടല്ലോ മാഷെ, കടയിൽ പോയി വളരെ ആരോഗ്യകരമായിട്ടുള്ള കഞ്ഞി വാങ്ങി കുടിക്കണോ അതോ ബർഗർ വാങ്ങണോ എന്നുള്ളത് ആരാണ് എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, നിങ്ങളുടെ ബർഗർ സംസ്കാരം എന്ന് പറയുന്നത് നിർമ്മിക്കുന്നത് നിയോ ലിബറൽ മുതലാളിത്തമാണ്. നമുക്കറിയാം, മക്ഡൊണാൾഡിൻ്റെ തട്ടുകടകൾ, ഏതാണ്ട് 24,000-ലധികം തട്ടുകടകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉള്ള വലിയ ഒരു മൾട്ടിനാഷണൽ ചായക്കടയാണ് മക്ഡൊണാൾഡ്. നിങ്ങളവിടെ പോയി ബർഗർ കഴിക്കും,
നിങ്ങൾക്ക് കഞ്ഞി കഴിക്കാൻ അവിടെ കിട്ടുകയില്ല എന്നുള്ളതാണ്. കാരണം കഞ്ഞി ഒരു ആഗോള ബ്രാൻഡല്ല. അങ്ങനെ ആക്കി മാറ്റിയെടുത്താൽ അതിനും എന്തുണ്ടാവും? മാർക്കറ്റ് ഉണ്ടാവും. മാർക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ നമ്മൾ പുതിയ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് കോൺഫ്ലെക്സ്. കേട്ടിട്ടുണ്ടായിരിക്കും. അതെ. കോൺഫ്ലെക്സ് വളരെ വ്യാപകമായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ സാനിറ്റോറിയങ്ങളിലെ ഭക്ഷണമായിരുന്നു. സാനിറ്റോറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയരോഗ ആശുപത്രി. ആ ക്ഷയരോഗ ആശുപത്രിയിലെ ഭക്ഷണമാണ് ഈ കോണിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടുള്ള കോൺഫ്ലെക്സ് എന്ന് പറയുന്നത്. വലിയ ബ്രാൻഡ്. ഇന്ന് അത് ബ്രാൻഡായി മാറി. അങ്ങനെ ബ്രാൻഡായി മാറിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ കുട്ടികൾ എങ്ങനെയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക? ഇപ്പോൾ വലിയ വലിയ പഠനശാലകൾ അല്ലെങ്കിൽ നമ്മൾ കോളേജ് ക്യാമ്പസിലേക്ക്, കോളേജ് ഹോസ്റ്റലിലേക്ക് കുട്ടികൾ ചിലപ്പോൾ സംസാരിക്കുന്നതായിട്ട് നമുക്ക് അതിൻ്റെ തമാശ മനസ്സിലാവും. ഒരുത്തി മറ്റുള്ള ചോദിക്കുകയാണ്, പാർവതി നീ എന്താ കഴിച്ച രാവിലെ? അപ്പോൾ അവൾ പറയണം, ഞാൻ പുട്ടും കടലയാണ്. ഓ, നീ ഒരു കൺട്രി ആണല്ലോ. ഞാൻ കഴിച്ചത് എന്താണെന്ന് അറിയാം നമുക്ക്? കോൺഫ്ലെക്സും പാലും. ഈ കോൺഫ്ലെക്സും പാലും ഞാൻ കഴിച്ചു എന്ന് പറയുന്നത് വലിയ ആഭിജാത്യത്തിൻ്റെ, വലിയ അന്തസ്സിൻ്റെ പ്രതീകമായിട്ട് വിറ്റഴിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം, കുറേ കഴിയുമ്പോൾ ഈ പുട്ടും കടലയൊക്കെ എന്ത് ചെയ്യും? നമ്മളുടെ വലിയ വലിയ സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണമായിട്ട് വരും. ഇപ്പോൾ നമുക്ക് അറിയാം മരച്ചീനി, കപ്പയും മീൻ കറി എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പം ഇതെങ്ങനെ വിൽക്കണം എന്നുള്ളതാണ് പ്രശ്നം. ഏത് പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യണം? മാർക്കറ്റിംഗ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഈ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. എന്തും വിറ്റഴിക്കുന്നത്. മുതലാളിത്തം യഥാർത്ഥത്തിൽ പിടികൂടുന്നത് മനുഷ്യന്റെ രുചിയെയാണ്. ആ രുചിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കണ്ടന്റ്, അതിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് അതൊട്ടും ആകുലപ്പെടുന്നില്ല. ഈ രുചിയിലൂടെ മനുഷ്യനെ ആകർഷിക്കാം എന്ന് മാത്രമാണ് അത് ചിന്തിക്കുന്നത്. അവര് വെറുതെ തമാശക്കല്ലല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പഠിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കോഴ്സ് എന്ന് പറയുന്നത് ഫ്ലേവർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഫ്ലേവർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ രുചിബോധം. അപ്പോൾ ആ രുചി എങ്ങനെ അവർക്ക് എല്ലാ പ്രൊഡക്റ്റുകളും എന്ത് ചെയ്യണം? ലോകത്തെല്ലായിടത്തും എത്തിക്കണം. നേരത്തെ അറബിക്കഥയിലെ കൊക്കോക്കോള കുടിക്കാത്തതായിട്ടുള്ള സഖാവുണ്ടല്ലോ, ക്യൂബ മുകുന്ദൻ. അപ്പോൾ ആ സഖാവിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കൊക്കോക്കോള എന്ന് പറഞ്ഞ ഒരു ലോക ബ്രാൻഡാണ്. ഇത് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു പ്രോഡക്റ്റ്. 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരസ്യം ഉണ്ടായിരുന്നു, കോള അറ്റ് ആംസ് റീച്ച് എന്ന് പറഞ്ഞാൽ കയ്യെത്തുന്ന സമയത്ത് കൊക്കോക്കോള കയ്യിൽ കിട്ടും എന്നാണ് പറഞ്ഞത്. അമേരിക്കയിലെ പട്ടാളക്കാരനോട് പറഞ്ഞ, നീ ലോകത്തെവിടെയും പോയി യുദ്ധം ചെയ്തോളൂ, നീ ആഗ്രഹിക്കുന്ന സമയത്ത് നിൻ്റെ കയ്യിൽ ഞങ്ങൾ എന്ത് ചെയ്യും? കോള കൊണ്ടുവരും എന്നാണ് പറയുന്നത്. എന്നിട്ട് ലോകത്തെല്ലായിടത്തൊക്കെ അത് കയറ്റി അയക്കണേ. ഇവർ യുദ്ധം ചെയ്യാൻ പോയ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊക്കോക്കോള അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊക്കോക്കോള ഒരു വേൾഡ് ബ്രാൻഡായിട്ട് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഉള്ള ന്യൂട്രിയൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകതയോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പരിമിതമാണ്. ഒന്നും തന്നെ അതിനകത്തില്ല, അതൊരാവശ്യമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷേ ആവശ്യമില്ലാത്ത ഈ പദാർത്ഥം വാങ്ങി ഉപയോഗിക്കാനായിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? മുതലാളിത്തം പാകപ്പെടുത്തിയെടുക്കുന്നു. അതുകൊണ്ട് മുതലാളിത്തം എപ്പോഴും എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഉപഭോക്താവിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഫ്ലേവർ എഞ്ചിനീയറിംഗിലേക്ക് തിരിച്ചു വരാം, രുചിയുടെ ആയിരുന്നു. ഇപ്പോൾ ഒരു അമേരിക്കൻ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ വിറ്റഴിക്കണം എന്നതാണ്. ഇന്ത്യക്കാരൻ്റെ രുചിബോധം മാറ്റണം. അത് മാറ്റണം എങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് അവരെന്ത് ചെയ്തു? പഠിക്കുന്നു. അങ്ങനെ പഠിക്കുന്നതാണ് ഈ ഫ്ലേവർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ഗ്ലോബലൈസേഷൻ മുമ്പ് 25,000-ലധികം ടിൻ ഫാക്ടറികളുണ്ടായിരുന്നു. എന്തിനാണെന്ന് പറയാം? നമ്മുടെ കാൻഡി മിഠായികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി. കാൻഡി മിഠായി എന്ന് പറയുന്നതിനിടയിൽ പഞ്ചസാര ഒരുക്കി ഉണ്ടാക്കുന്നതായിട്ടുള്ള മിഠായികളാണ്. അതൊക്കെ നമ്മുടെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള വലിയ വലിയ പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ്. പക്ഷേ ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഇതെല്ലാം പൂട്ടിപ്പോയി. ഇതെല്ലാം പൂട്ടിപ്പോയത് ഇന്ത്യയിലേക്ക് ലോകോത്തരമായിട്ടുള്ള ബ്രാൻഡുകൾ വരാനായിട്ട്, പെർഫെക്റ്റ് പോലെയുള്ള ആയിട്ടുള്ള ബ്രാൻഡ്. അപ്പോൾ ഈ ബ്രാൻഡുകൾ മിഠായി നിർമ്മാണ മേഖലയിൽ കടന്നു വന്ന വലിയ വലിയ ബ്രാൻഡുകളാണ്. ആ ബ്രാൻഡ് വന്നപ്പോൾ അവരുടെ മിഠായി അതേ രുചിയിൽ അവരിവിടെ ഇറക്കാനായിട്ട് ശ്രമിച്ചു, പരാജയപ്പെട്ടു. കുട്ടികളുടെ രുചി മാറിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ നമ്മുടെ രുചിയുമായിട്ടൊന്ന് എന്ത് ചെയ്തു? ബ്ലെൻഡ് ചെയ്തു.
അത് വിജയിക്കുന്ന കാഴ്ചയുണ്ട്. അങ്ങനെ വിജയിച്ച ആദ്യത്തെ മൾട്ടിനാഷണൽ മിഠായി പ്രൊഡക്റ്റാണ് ആൽഫൻ ലീബ എന്ന് പറയുന്ന സാധനം. കേട്ടിട്ടുണ്ടായിരിക്കും. അത് ആദ്യം ആളുകൾ കഴിക്കുന്നതാണ്. പക്ഷെ പിന്നീട് പിള്ളേർ ഇപ്പം രുചിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. അങ്ങനെ കേരളീയൻ്റെ, ഇന്ത്യക്കാരൻ്റെ, എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ തമിഴിൻ്റെ ഒക്കെ രുചി അവർ അട്ടിമറിച്ചു. അങ്ങനെയാണ് ഈ നമ്മളീ പറഞ്ഞ ബർഗറും മറ്റ് സാധനങ്ങളൊക്കെ, പിസ്സ, എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇരച്ച് കയറി നമ്മളുടെ പ്രൊഡക്ട്സ് ഒക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തനത് പ്രൊഡക്റ്റുകളൊക്കെ എന്ത് ചെയ്ത് കാലഹരണപ്പെട്ടു. അപ്പോൾ ഇതിലൊക്കെ പലപ്പോഴും എന്ത് സംഭവിക്കും, ഇതിനകത്ത് ഇത് രുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടേസ്റ്റ് മേക്കേഴ്സിൻ്റെ എത്തിയാറ്. അതൊക്കെ കെമിക്കൽസാണ്. അത് വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം ഈ കോളയ്ക്കെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിന് കേടുകൂടാതെ കുറേ കാലം ഇരിക്കുന്നതിന് വേണ്ടി ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്ന ഒരു പദാർത്ഥം അതിനകത്ത് ചേർക്കും. അത് ക്യാൻസർ ഉണ്ടാക്കുന്നതിന് കാരണമായി തീരും എന്ന് പറഞ്ഞ് വലിയ പ്രചാരണമൊക്കെ വന്ന സമയത്ത് കോളയുടെ വിൽപ്പനയൊക്കെ ഇടിഞ്ഞു. പിന്നെ അവർ അത് ഇല്ല എന്ന് തെളിയിച്ച്, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കി ആ പ്രൊഡക്റ്റ് പുറത്തിറക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. മാഗി എന്ന് പറയുന്ന ഉൽപ്പന്നത്തിനും എതിരെതിരെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഇടയ്ക്ക് മാർക്കറ്റിൽ നിന്നതെല്ലാം പോയി കഴിഞ്ഞു. ഇത് മിക്കവാറും വളരെ കൂടുതലായിട്ട് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും അവർ ഉപയോഗിക്കുന്നു. ഈ അജിനോമോട്ടോ എന്നൊക്കെ പറയുന്ന സാധനം പഴയ ഇറച്ചി പുത്തനാക്കി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രുചിയേറിയതാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് പദാർത്ഥം ചേർക്കുന്നതാണ്. എനിക്കൊന്ന് മോണോഗ്ലൂട്ടണേറ്റ് ആണ് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നൊരു കെമിക്കൽ എന്നാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങളെല്ലാം ചേർത്ത് ഈ പദാർത്ഥങ്ങളൊക്കെ വിറ്റഴിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കൃത്രിമമായിട്ടുള്ള രുചിയിലും കൃത്രിമമായിട്ടുള്ള രുചി ആവേശത്തിലും മനുഷ്യനെ ആകർഷിച്ച് അവനെ കൊല്ലുകയാണ് ചെയ്യും. അവൻ പലതരം രോഗങ്ങൾക്കും വിധേയനായി തീരുകയാണ് ചെയ്യുന്നത്. തൽഫലമായിട്ട് നമ്മുടെ തനത് ആഹാര രുചികൾ അതില്ലാതാവുകയാണ് ചെയ്യുന്നത്. അതെ, നമ്മളതിന് അധികം ഉദാഹരണങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നാട്ടിലൊരു കല്യാണത്തിന് പോയാൽ മതി ഇപ്പം. അപ്പോൾ ആ കല്യാണത്തിന് ഈ കേരളീയമായ ഭക്ഷണം ഉണ്ടല്ലേ, ഇലയിട്ട് 10-12 ഇലക്കറി എന്നാണ്, ഇലത്തലക്ക് വിളമ്പാനുള്ള കറികളൊക്കെ വെച്ചിട്ടുള്ള സദ്യ, അതിനിപ്പോൾ ആളില്ല. അതിന് പകരം ഈ നമ്മുടെ ഈ ജങ്ക് ഫുഡ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പിള്ളേരെ കിട്ടുള്ളൂ. കല്യാണം നടത്താൻ പോലും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു. അത്രമാത്രം മുതലാളിത്തം എന്ത് ചെയ്തിരിക്കുന്നു, നമ്മളുടെ സംസ്കാരത്തിലേക്ക് ഇടിച്ച് കയറി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ മാറ്റിക്കളഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ നമുക്കറിയാം, നമ്മൾ പച്ചക്കറി ഉപയോഗിച്ചാലും അതിലൊക്കെ തന്നെ അത് കേടുകൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടോ അതിലടിക്കുന്ന വളം മാത്രമല്ല, അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ തെളിക്കുന്നതായിട്ടുള്ള മരുന്നുകൾ, മുഴുവൻ വിഷമോ. ഈ സാധനമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള മേഖലയിൽ വലിയ ഉപദ്രവങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായി മുതലാളിത്തം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു വശം. പക്ഷെ ഇപ്പം അതിലേറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആഗ്രഹിക്കുന്നത് അമിത ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ മനുഷ്യൻ്റെ ഉയർച്ചയ്ക്കോ മനുഷ്യൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള വളർച്ചയോ അല്ല ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇപ്പം ലെയ്സ് ആയിക്കോട്ടെ, മാഗി ആയിക്കോട്ടെ, കൊക്കക്കോള ആയിക്കോട്ടെ, നമ്മളെ രുചിയെ മാത്രമാണ് അത് തൃപ്തിപ്പെടുത്തുന്നത് അടിസ്ഥാനപരമായി. അത് മാത്രമല്ല, നിങ്ങളിൽ ഒരു കൃത്രിമമായിട്ടുള്ള മനുഷ്യനെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ മുതലാളിത്തം അല്ലെങ്കിൽ ക്യാപിറ്റലിസം ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ബീയിങ്ങിനെ സൃഷ്ടിക്കുന്നു. നിങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഗൗതം ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ബീയിങ്ങായി മാറിക്കഴിഞ്ഞിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഓരോ പദാർത്ഥം എന്ന് പറയുന്നത് മുതലാളിത്തം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും നിങ്ങളിൽ ആഗ്രഹം ജനിപ്പിക്കുകയും ചെയ്യുന്ന പദാർത്ഥം. ഒരു കാറ് വരും. നമ്മൾ 1950കളിലേക്ക് പോവാം. ഇന്ത്യയിൽ ഒരേ ഒരു കാറുണ്ടായിരുന്നു, അംബാസഡർ എന്ന് പറയുന്ന സാധനം. നമ്മൾ ലാൻഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക്, ലാൻഡ് മാസ്റ്റർ എന്നായിരുന്നു എൻ്റെ പേര്, അതാണ് അംബാസഡർ. ആ കാറ് തന്നെ വളരെ അപൂർവമാണ്. അതൊക്കെ നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഓടിക്കൂടും. പഴയ കാലത്തെ ഗ്രഹണി പിടിച്ച പിള്ളേർ വയറൊക്കെ ഉന്തി കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോഴത്തെ അങ്ങനത്തെ പിള്ളേരൊന്നുമില്ല. ഇപ്പൊക്കെ ന്യൂട്രീഷ്യൻ ഫുഡൊക്കെ അടിച്ച് നല്ല സുന്ദരക്കുട്ടന്മാരെ കുട്ടികളാണ് നമുക്കുള്ളത്. അന്ന് ഇങ്ങനത്തെ പിള്ളേർ ഒരു വീട്ടിൽ 8, 9, 10 കുട്ടികളൊക്കെ ഉണ്ടാവും. കുട്ടികൾ വയറൊക്കെ ഉന്തി മുക്കട്ടൊക്കെ ഒലിപ്പിച്ചേക്കും. അപ്പോഴാണ് കാറ് വരുന്നത്. കാറ് ഇവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കുട്ടികൾ ഓടി ചെന്ന് കാറിൻ്റെ അടുത്ത് ചെന്ന് കാറിനെ തൊട്ട് നോക്കുകയും നക്കി നോക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി. അതൊക്കെ ഇന്ന് നമ്മൾ പറയുമ്പോൾ ഭയങ്കര പരിഹാസ്യമായിട്ട് നോക്കുന്നു. പക്ഷെ അതായിരുന്നു യാഥാർത്ഥ്യം. അപ്പം മാഷ് പറഞ്ഞു വരുന്നത്, മുതലാളിത്തം എന്ന് പറയുന്നത് നമ്മളിലുള്ളിൽ അമിത ലാഭത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിപ്പിക്കുകയും
അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് മാറുകയും നമ്മളുടെ ഉള്ളിലുള്ള ആത്മാർത്ഥതയും നിഷ്കളങ്കതയും അത് ചോർത്തിക്കളയുകയും ചെയ്തു. നിങ്ങളെ മനുഷ്യനെ ഇല്ലാതാക്കുന്ന പ്രധാനപ്പെട്ട ജോലിയാണ് മുതലാളിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാറിൻ്റെ കാര്യം നോക്ക്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗ്ലോബലൈസേഷൻ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മാരുതി സുസുക്കിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. മറ്റൊരു ബ്രാൻഡ് പത്മിനി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. കേട്ടില്ലേ? ഈ പത്മിനി എന്ന് പറയുന്നത് പ്രേം നസീറും പത്മിനിയും തമ്മിലുള്ള ബന്ധമാണ്. പ്രേം നസീർ കൊണ്ടുനടന്നിരുന്ന ഒരു കാറാണ് നമ്മുടെ ഈ പത്മിനി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ 2 കാർ അംബാസഡറും പത്മിനിയും മാത്രം ഉണ്ടായിരുന്നു. അവിടേക്കാണ് മാരുതി സുസുക്കി വരുന്നത്. അത് നമുക്കറിയാം, എന്താണ്, രാജീവ് ഗാന്ധിയുടെ സഹോദരൻ ജപ്പാനിൽ പോയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമാണ് മാരുതി സുസുക്കി എന്ന് പറഞ്ഞാൽ. മാരുതിയുടെ ഇന്ത്യൻ നെയിം, സുസുക്കി എന്ന് പറയുന്നതിനിടയിൽ ജാപ്പാനീസ് നെയിമാണ്. എന്നുവെച്ചാൽ ഇതൊരു കൊളാബറേറ്റഡ് പ്രൊഡക്റ്റാണ്, ജപ്പാൻ്റെയും ഇന്ത്യയുടെയും ഒരു ഉൽപ്പന്നം. അങ്ങനെയാണ് ഇന്ത്യയുടെ കാർ വ്യവസായ മേഖല എന്ന് പറയുന്നത് കുതിച്ചുചാടുക. മുതലാളിത്തത്തിന് ഒരു വലിയ താല്പര്യമുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നത് അങ്ങനെയാണ്. ഇത് ഭയങ്കര രസമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതിന്. അല്ല, അമിത ലാഭമില്ലാതെ മുതലാളിത്തം നിലനിൽക്കും? ഇല്ല, ലാഭമാണ് അതിന്റെ പ്രധാനപ്പെട്ട. ലാഭത്തിന് വേണ്ടി മാത്രം, അതായത് ഈ എന്താണ് ലാഭം വേണം, ബിസിനസിന്റെ ലാഭം തീർച്ചയായിട്ടും വേണം. പക്ഷെ ആ ലാഭത്തിലും ഒരു ധാർമ്മികത ഉണ്ടാകണ്ടേ എന്നുള്ളതാണ്. അതായത് അതിന് മുതലാളി ഇത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്താണ്, ഇപ്പോൾ പല സ്ഥലത്ത് ഇപ്പം എന്താണ്, ഗംഗാ നദി, ഗംഗാ സോപ്പ് എന്ന് പറഞ്ഞ സോപ്പിനെ കുറിച്ച് കേട്ടില്ലേ? ആ ഗംഗാ സോപ്പ് ഇറക്കുന്ന സമയത്ത് അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത് ഗംഗാ നദിയിലെ ജലം കൊണ്ടുണ്ടാക്കുന്ന സോപ്പാണ്. ഗംഗാജലം എന്ന് പറയുന്നതാണ് പുണ്യജലമാണ്. അവിടെ പോയിട്ട് ആളുകൾ അത് പൂജയിൽ കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിച്ച് നമുക്ക് പാപം ഇല്ലാതാകാൻ വേണ്ടിയിട്ട് 2 തുള്ളിയൊക്കെ തളിച്ച് കുളിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവര് പാപമോചനം നേടുന്നത്. അപ്പം ഈ പാവമോചനത്തിൻ്റെ ഗംഗയെ വീടുകളിലേക്ക് എത്തിക്കുന്ന ജോലിയെ ആ മൾട്ടിനാഷണൽ കമ്പനി ഏറ്റെടുക്കുകയും അവർ പറഞ്ഞു, നിങ്ങൾ ഈ ഗംഗാജലം കൊണ്ടുണ്ടാക്കിയ സോപ്പ് ഇട്ട് കുളിച്ചാൽ നിങ്ങളുടെ പാവമെല്ലാം എന്ത് ചെയ്യും, ഒഴുകിപ്പോകുന്നു, നിങ്ങൾക്ക് നോക്കുന്നു കാണാമെന്നൊക്കെ പറഞ്ഞു. ആളുകൾ ഭയങ്കരമായിട്ട് അത് വാങ്ങിച്ചു. മാത്രമല്ല അതിൽ നിങ്ങൾ വാങ്ങുന്ന ഒരു സോപ്പിന് 1 പൈസയോ 2 പൈസയോ അവരെന്ത് ചെയ്യും, ഈ നദിയുടെ പുനർജീവനത്തിന് വേണ്ടിയിട്ടും അതിൻ്റെ ക്ലെൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രചരണം ഉണ്ടായിരുന്നു. കുറേ പൈസ അവർ കൊടുക്കുകയും ചെയ്തു. അത് ഈ മുതലാളിത്തം നടത്തുന്ന ഒരു പ്രക്രിയയാണ്. പുതിയ കാലം എന്ന് പറഞ്ഞതിനിടയിൽ ഇക്കോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗാ നദിയുടെ മലിനീകരണം എന്ന് പറയുന്ന ഒരു ഇക്കോളജിക്കൽ ഇഷ്യൂ ആണ്. അത് പരിഹരിക്കാനായിട്ട് കമ്പനി ശ്രമിക്കുന്നു. ഗംഗാജലത്തെ അല്ലെങ്കിൽ ഗംഗാ നദിയെ പുണ്യനദിയായി വീണ്ടും മാറ്റുന്നതിന് വേണ്ടി ഈ പണം ഉപയോഗിക്കും എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ ആ സോപ്പ് ഭയങ്കരമായിട്ട് വിറ്റുപോയി. എളുപ്പത്തിൽ സാധനം വിറ്റഴിക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ്. ശരിക്കും വളരെ എളുപ്പത്തിൽ വെച്ചാണ്. നോക്കൂ, ഞാൻ മിഠായിയുടെ കാര്യം പറഞ്ഞ് പൂർത്തിയായില്ല. എന്തുകൊണ്ടാണ് ലോകത്തുള്ള മിഠായി കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണം? അവർ പഠനം നടത്തി, ഇന്ത്യയുടെയും അമേരിക്കയുടെയും പഠനം നടത്തിയ സമയത്ത് ഭയങ്കര രസമാണ്. ഒരു അമേരിക്കക്കാരൻ്റെ പെർ ക്യാപിറ്റ കൺസംഷൻ മിഠായിയുടെ കാര്യത്തിൽ 1000 ഗ്രാമാണ്. 1 കിലോഗ്രാം. ഇന്ത്യക്കാരൻ്റെ എത്രയാണ്? ഇന്ത്യക്കാരൻ്റെ 100 ഗ്രാമാണ്. വളരെ കുറവാണ്. വളരെ കുറവ്. അപ്പം അവരുദ്ദേശിക്കുന്നത് അമേരിക്കക്കാരൻ തിന്നുന്നവരെ എന്തുകൊണ്ട് ഇന്ത്യക്കാരനെ തീറ്റിച്ചൂടാ? അങ്ങനെ തീറ്റിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റിൽ ഒരു 1000 കോടി രൂപയുടെ ബിസിനസ് മിഠായി നിർമ്മാണ മേഖലയിലുണ്ടെങ്കിൽ നമുക്കത് 10,000 കോടിയാക്കി മാറ്റാം. 10,000 കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ 10 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരിവിടെ വരികയും നമ്മുടെ നാടൻ മിഠായികൾ ഇപ്പോൾ അപ്രത്യക്ഷമായി. സമ്പൂർണ്ണമായി ഒരു നാടൻ മിഠായി ഇപ്പോൾ കിട്ടാനില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ആവശ്യക്കാരില്ല, അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല. എല്ലാം ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ഉണ്ടാക്കുന്ന മിഠായികൾ നമ്മുടെ നാട്ടിലേക്കുള്ള ബേക്കറികളിൽ ചെന്നാൽ ഈ മിഠായി ഇങ്ങനെ നമ്മളെ നോക്കി കിളിച്ചിരിക്കുന്നതാണ്. ഭയങ്കര ആകർഷണമാണ്. അത് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അപ്പം അവരുടെ ആ പ്രോസസ്സിൽ അവർ വിജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ എല്ലാ മേഖലയിലും കടന്നു കയറി മനുഷ്യൻ്റെ അഭിരുചിയെ കൃത്രിമമായി നിർമ്മിച്ച് കൃത്രിമ ആവശ്യക്കാരായിട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാറിൻ്റെ കാര്യം, നിങ്ങൾക്ക് എന്തിനാണ് കാറ് നിങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു വാഹനം എന്ന നിലക്ക്, അതാണ് അതിൻ്റെ യൂട്ടിലിറ്റി പർപ്പസ് എന്ന് പറയുന്നത്. അതിനാണോ നമ്മളിപ്പോൾ കാർ ഉപയോഗിക്കുന്നത്? അല്ല, കാറ് നമ്മുടെ അന്തസ്സിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുക. പല ആളുകളും ഓടിക്കാത്ത എത്രയോ വണ്ടികളാണ് വീട്ടിനകത്ത് മൂടി പുതപ്പിച്ചിട്ടിരിക്കുന്നത്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, നോക്കടാ എൻ്റെ വീട്ടിൽ 3 കാറുണ്ട്. നമുക്ക് ആവശ്യമില്ല, ഒരു കാർ ആവശ്യമുള്ളൂ, ഒരു കാർ പോലും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത
ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് മുതലാളിത്തം ഓരോ ദിവസവും ബൈക്ക് പുതുക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ പഴയ ബൈക്ക് കൊണ്ട് നടക്കുന്നത് നീ എന്ത് പൊട്ടെ കൊണ്ടേ കളാടാ ആ പൊട്ട ബൈക്ക്, പുത്തൻ സാധനം, ഡിജിറ്റൽ പല സാധ്യതകളൊക്കെ ഉള്ള പുതിയ പുതിയ സാധനങ്ങൾ നിങ്ങളുടെ തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മറ്റേ വലിച്ചെറിയും. എന്ത് ചെയ്യും? പുതിയ സാധനം വാങ്ങിക്കും. അങ്ങനെ പഴയ സാധനങ്ങൾ മുഴുവനും നിങ്ങളെ കൊണ്ട് വലിച്ചെറിയിപ്പിച്ച് പുതിയ സാധനങ്ങൾ വാങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് ഈ സാധനം മാറിത്തീരുന്നുണ്ട്. എന്തായാലും മുതലാളിത്തത്തിൻ്റെ ഈ കരാളഗ്രസ്തം ഇതിൽ നിന്നൊരു വിമോചനം നമുക്ക് ഉണ്ടാവണമെങ്കിൽ, മനുഷ്യന് ഉണ്ടാവണമെങ്കിൽ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ടുള്ള ബീയിങ് നമ്മളുടെ തെരഞ്ഞെടുപ്പുകളിൽ കുറച്ചും കൂടി കോൺഷ്യസ് ആവണം തോന്നുന്നു. പക്ഷെ മനുഷ്യനെ അൺകോൺഷ്യസ് ആക്കുക എന്നുള്ളത് തന്നെയാണല്ലോ മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. എങ്കിൽ മാത്രമാണല്ലോ അവരുടെ ഉൽപ്പന്നം വിജയിച്ചു പോവുകയുള്ളൂ. അല്ല, മുതലാളിത്തം നമ്മൾ സ്കൂളുകളിലൊക്കെ നോക്കാം. സ്കൂളുകളിൽ എന്താ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്തിനാ? കുട്ടികൾക്ക് പഠിക്കാൻ എന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ മുതലാളിത്തം പറഞ്ഞാൽ അങ്ങനെ പഠിക്കാനല്ല സ്കൂള്, നിങ്ങളുടെ അന്തസ്സ് അളക്കാനുള്ള സ്ഥലം. അതുകൊണ്ട് ഇപ്പോൾ ചോയ്സ് സ്കൂളിൽ നിങ്ങൾക്ക് കുട്ടിയെ 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കണമെങ്കിൽ 3 ലക്ഷം രൂപ നിങ്ങൾക്ക് ചിലവഴിക്കും. നിങ്ങൾ സർക്കാർ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കണമെങ്കിൽ ഒരു കാശും ചിലവഴിക്കേണ്ട ആവശ്യം. പക്ഷേ സർക്കാർ സ്കൂളിൽ നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയി ചേർത്താൽ നിങ്ങളുടെ കുട്ടി എവിടെയാണ് പഠിക്കുന്നത് അത് നിങ്ങളുടെ അന്തസ്സിനെ പ്രഖ്യാപിക്കും. അപ്പം നിങ്ങൾക്ക് അവിടെ അന്തസ്സില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ കുട്ടി അവിടെ കൊണ്ട് ചേർക്കില്ല. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള ആവശ്യത്തിന് പകരമായി കൃത്രിമമായിട്ടുള്ള ആവശ്യം നിങ്ങളെ നിർമ്മിച്ച് നിങ്ങളെ അതിൻ്റെ അടിമയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലോകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അത് ഇതിൽ മാത്രമല്ല, നമ്മുടെ പ്രകൃതി മുഴുവനും നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കുന്നത് മുതലാളിത്തമാണ്. ശരിക്കും മുതലാളിത്തം പ്രകൃതിയെ തുരന്ന് ചൂഷണം ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രളയം വരുമ്പോൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. 22ഉം 23ഉം വയസ്സുള്ള ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരികയാണ്. ആരാണ് അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത്? അങ്ങനെ രോഗപരമായിട്ട് നമ്മളെ വളരെ പെട്ടെന്ന് ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അതിന് മുതലാളിത്തത്തിന് പങ്കില്ലേ? അവിടെ എത്തുമ്പം അവിടെ നമ്മളെ പിടിമുറുക്കുന്നത് മറ്റൊരു മുതലാളിത്തമാണ്. എല്ലാ ഹോസ്പിറ്റലിലും ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പരിശോധന ആവശ്യമാണെന്ന് അവർ പറയും. പലതരം പരിശോധനകൾ കൊണ്ട് കടന്നുപോയി കഴിയുമ്പോൾ നിങ്ങളുടെ പോക്കറ്റ് കാലിയായിട്ടുണ്ടാവും. പക്ഷേ ഈ പരിശോധനകളൊക്കെ നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ തീർച്ചയായും നല്ലതല്ലേ. നമ്മുടെ ആരോഗ്യം, ആ ആരോഗ്യത്തിനെ കുറിച്ച് ഏറ്റവും ഉത്കണ്ഠ പുലർത്തുന്ന ആരാണ്? മുതലാളിത്തമാണ്. അപ്പോൾ മുതലാളിത്തം നമ്മളെ മാസ്മരികമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ സാധ്യതകളിലേക്ക് കൊണ്ടുപോവുകയും നമ്മളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേൾപൂൾ എന്ന് പറയുന്ന കമ്പനി ലോകത്ത് ആദ്യമായിട്ട് വാഷിംഗ് മെഷീൻ നിർമ്മിച്ചതാണ്. അമേരിക്കയിലാണ് നിർമ്മിക്കുന്നത്. 1900-ലാണ് സ്വന്തം. എന്നുവെച്ചാൽ ഒരു 125 വർഷങ്ങൾ കൈകൊണ്ട് ഇറക്കുന്ന മെഷീനാണ് അതിനുണ്ടായിരുന്നത്. കൈകൊണ്ട് ഇറക്കുന്ന വാഷിംഗ് മെഷീൻ. പിന്നീട് മോട്ടറൊക്കെ വെച്ച് പിന്നെ അത് ഓട്ടോമാറ്റിക്കായി. ഇപ്പോൾ ആ വാഷിംഗ് മെഷീൻ്റെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ വരാവുന്ന ഇങ്ങനെയാണ്. നിങ്ങൾ വാഷിംഗ് മെഷീൻ ഒരു വലിയ ചേമ്പറുണ്ടാവും. നമ്മളതിനകത്ത് കയറി കഴിഞ്ഞാൽ യന്ത്ര കൈകളൊന്നും നമ്മുടെ തുണിയൊക്കെ വിളിച്ചുകൊണ്ടുപോയി അത് വാഷിംഗ് മെഷീനിലിട്ട് അപ്പം തന്നെ വാഷ് ചെയ്ത് ഉണക്കി തേച്ച് നിങ്ങളെ ഇടിച്ച് 5-10 മിനിറ്റ് മതി ഇതിനൊക്കെ. അങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് ഇത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം അതായിരിക്കും എന്നാണ് ഞാൻ തീർച്ചയായിട്ടും. അതാണ് പ്രശ്നം. മുതലാളിത്തം നിങ്ങളെ വിസ്മയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ വിസ്മയത്തിൽ നിങ്ങൾ മുങ്ങി ചത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, തീർച്ചയായിട്ടും. പക്ഷെ അപ്പൊ നമുക്ക് നിർത്തുമ്പോൾ നമുക്കിത് ഇനിയും കുറെ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. നിർത്തുമ്പോൾ ഇതാ പറയാനുള്ളത്, ഇന്ന് VS-ന്റെ 1ാം ചരമ വാർഷികമാണ്. VS-ന്റെ നിരന്തരമായിട്ടുള്ള പരാതി എന്ന് പറഞ്ഞിരുന്നത് പിണറായി വിജയന്റെ കാലത്ത് പാർട്ടിക്ക് വലത് വ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ജനങ്ങൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നു. ആ വാക്കുകളൊക്കെ വലിയ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും മാറിയിരിക്കുന്നു. അദ്ദേഹം രോഗചികിത്സയ്ക്കായിട്ട് സഞ്ചരിക്കുന്നത് തന്നെ നിത്യവും ചീത്ത പറയുന്ന മുതലാളിത്ത രാജ്യമായ അമേരിക്കയിലേക്കാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഒരു ധാർമ്മികത, അതിനെ തകർക്കുന്ന ഒരു സംവിധാനമാണ് മുതലാളിത്തം. അപ്പം നമ്മളതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും. ഇത് VS-ന് സംഭവിച്ചിട്ടുണ്ട്. VS കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സിക്കാതിരിക്കുന്ന സമയത്ത് അത് ഞാനെന്തിനവിടെ ചികിത്സിക്കാൻ വേണം, എന്നെ കൊല്ലാനാ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അത് വലിയ പോസ്റ്ററായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ. അത് ചോദിച്ചിങ്ങനെ പോകുന്ന കാര്യമാണ്. ഇപ്പം പിണറായി നമ്മളുടെ ഇവിടെ എങ്ങും ചികിത്സിക്കുന്നില്ല. പകരം
അമേരിക്കയിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഇന്ത്യയിലെങ്കിലും നല്ല ചികിത്സ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. ഇന്ത്യയിലെങ്കിലും നല്ല ചികിത്സ, കേരളത്തിൽ ഇല്ലെങ്കിലും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പൊളിറ്റിക്കലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അമേരിക്കയിൽ പോയി ചികിത്സ നടത്താൻ പറ്റില്ല. അവിടെ പക്ഷേ മനസ്സിലാക്കേണ്ടത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും തെമ്മാടി രാജ്യമാണ് അമേരിക്ക, ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞവരാണ്. അങ്ങനെയുള്ള ഒരാള് കൃത്യവും പൊളിറ്റിക്കൽ ആണെങ്കിൽ എനിക്ക് വേണ്ട അമേരിക്കയിലെ ചികിത്സ എന്ന് പറയും. അല്ല, അമേരിക്കയിലുള്ള ചികിത്സ പോലത്തെ ചികിത്സയൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നു. അതൊക്കെ മതിയെന്നങ്ങ് തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ. ഇവരൊക്കെ ഈ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ ജയിലിൽ കിടന്ന് ചത്തുപോയാലും അവരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. തീർച്ചയായിട്ടും. അവര് 8-10 പേരൊക്കെയാണ് ഒരാൾ കിടക്കാൻ ഇടമുള്ള മുറിയിൽ കിടന്നിരുന്നത്. അതിൻ്റെ ഒരു മൂലയിലാണ് മലമൂത്ര വിസർജനം നടത്തിയിരുന്നത്. മനസ്സിലായി? എന്ത് പരിതാപകരമായിട്ടുള്ള സ്ഥിതിയാണ്. ആ മനുഷ്യരാണ് ഇങ്ങനെ അമേരിക്കയിൽ പോയി ചികിത്സിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നത്. ഭയങ്കര പ്രശ്നമാണ്. അതായത് മുതലാളിത്തം മൊത്തമായിട്ട് പിണറായി വിജയൻ അകത്ത് കയറിയിരുന്ന് അതിങ്ങനെ ആർത്തുല്ലസിച്ച് ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിണറായി എന്ന് പറയുന്ന ഒരു പേര് മാത്രമാണ്. അതുമാതിരിയാണ് ബഹുഭൂരിപക്ഷം മനുഷ്യരും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിപ്പോൾ കോൺഗ്രസ്സിലായാലും BJPയിലായാലും ഇതുവരെയുള്ള ഒരുപാട് കക്ഷികൾ നമുക്ക് കാണാം. തീർച്ചയായിട്ടും. രാഷ്ട്രീയ നേതാക്കളെല്ലാം അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സൗകര്യങ്ങൾ അവർ ഉപയോഗിക്കുന്നു, അവരുടെ ആദർശങ്ങൾ അവരെന്ത് ചെയ്യുന്നു, എടുത്ത് തോട്ടികളയുന്നു.